ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടത്താനായിരുന്നു തനിക്ക് ആഗ്രഹമെങ്കിലും എല്ലാ ചടങ്ങുകളും കൂടി വലിയ രീതിയിൽ വിവാഹം ആഘോഷിക്കുക എന്നത് വലിയ സ്വപ്നമായിരുന്നു അനുമോൾക്ക്. പ്രീ വെഡിംഗ്, ബ്രൈഡ് ടു ബി, ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ ഷൂട്ട് തുടങ്ങി ആഗ്രഹിച്ച എല്ലാ ചടങ്ങുകളും ഭംഗിയായി തന്നെ നടന്നു. ഇനിയും അതിന്റെ ഫോട്ടോകൾ വരാനുണ്ട്. തമിഴ് വെഡിംഗ് ലുക്കിലെ ഒരു ഫോട്ടോഷൂട്ട്, ക്രിസ്ത്യൻ വെഡിങ്ങിലെ ഫോട്ടോഷൂട്ട്, അങ്ങനെ എല്ലാം വരാനുണ്ട് ഇനി. തമിഴ് പശ്ചാത്തലമുള്ള ഭുവനേഷിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രത്യേകം തമിഴ് വെഡിംഗ് ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ രാവിലത്തെ ചടങ്ങ്, അതായത് ഗുരുവായൂരിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് നടന്നത്. വിളിച്ച എല്ലാവരും വന്ന് വളരെ കുറച്ചു പേരെ, അതായത് 100 പേരിൽ താഴെ പേരെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും വിളിച്ചിരുന്നുള്ളൂ. കല്യാണത്തിനാണെങ്കിൽ ഒരു 50 പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും റിസപ്ഷന് വിളിച്ചു. വിചാരിച്ചതിനേക്കാൾ നന്നായി എല്ലാം നടന്നതിന്റെ സന്തോഷത്തിലാണ് അനുമോൾ. കോസ്റ്റ്യൂം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്നും ഇതിന്റെ ഡിസൈനുകളെല്ലാം വളരെ സൂപ്പറായിട്ടുണ്ടെന്നും നല്ലതാണ് എന്നും താൻ വന്നിരുന്നപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ടായിരുന്നു. കോസ്റ്റ്യൂം വളരെ സൂപ്പറായിട്ടുണ്ടെന്നും ഭുവൻ അഭിപ്രായം പറയുന്നുണ്ട്. ഭുവൻ അറിയില്ലായിരുന്നു റഫറൻസിന്റെ കാര്യം. കാരണം കോസ്റ്റ്യൂമിനെ പറ്റി ഭുവൻ ഒന്നും അറിയില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭുവന്റെ മേക്ക് ഓവർ മുഴുവൻ ഞാനാണ് തിരഞ്ഞെടുത്തത്. റിസപ്ഷന്റെ ഔട്ട്ഫിറ്റ് പോലും ഭുവൻ അറിയില്ല. അളവ് മാത്രം എടുത്തു കൊടുത്തു. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചടങ്ങിന്റെയും വസ്ത്രം ഭുവനേഷ് അന്നാണ് കാണുന്നത്. വിവാഹത്തിന്റെ അന്നാണ് ഭുവനേഷ് ഡ്രസ്സുകളെല്ലാം കാണുന്നത്. പക്ഷെ ഇതുവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭുവൻ പറയാത്തത് അനുമോൾക്ക് വലിയ സന്തോഷമാണ് ഒരുക്കിയത്. കുറച്ച് ക്ഷീണത്തിനായിരുന്നെങ്കിലും ഭുവന് അനുമോൾ ഒരുക്കിയ സർപ്രൈസ് ഡ്രസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു. ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ നടനും എംപിയുമായ സുരേഷ് ഗോപിയും പങ്കെടുക്കാനെത്തി. ഗുരുവായൂർ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തതും സുരേഷ് ഗോപിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന താരം ഇരുവരെയും അനുഗ്രഹിച്ച ശേഷം കൈ പിടിച്ച് ചേർത്ത് നിർത്തുകയും ചെയ്തു. ഗോൾഡൻ കളറിലുള്ള ലഹങ്കയായിരുന്നു അനുമോളുടെ വേഷം. വരനും കേരള കസവുമുണ്ടിനൊപ്പം ഗോൾഡൻ കളർ കുർത്തയണിഞ്ഞാണ് വിവാഹ മണ്ഡപത്തിൽ എത്തിയത്. അതിനുശേഷം ഒരു സെറ്റിന്റെ അടിപൊളി ഗൗണും അനുമോൾ റെഡ് കളർ സാരിയിൽ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തി. ചാലക്കുടിയിൽ വെച്ചൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു ഇവരുടെ വിവാഹമായിട്ട് നടന്നത്. അതും വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കൂട്ടത്തിലൊന്നും ജീവനെയും തങ്കച്ചനെയും സ്റ്റാർ മാജിക്കിലുള്ള പലരെയും കാണാത്തത് പലർക്കും സംശയമുണ്ടാക്കി. അനുവിന്റെ ഏറ്റവും അടുത്ത, അനുവുമായി വലിയ ആഴത്തിലുള്ള ബന്ധമുള്ളവർ മാത്രമായിരുന്നു ഈ എല്ലാ ചടങ്ങുകളിലും നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തില് കുടുംബം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അധികം മറ്റു താരങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിട്ട് നടന്ന ഒരു ചടങ്ങിൽ അതിൽ മാലയിടലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചടങ്ങിലാണ് ലക്ഷ്മി നക്ഷത്ര, അനൂപ് ജോൺ, ഷിയാസ് കരീം, ആദില നൂറ തുടങ്ങി ബിഗ് ബോസിലെയും സ്റ്റാർ മാജിക്കിലെയും ഒക്കെയുള്ള താരങ്ങൾ എത്തിയത്. വിവാഹത്തിനും അധികം ആരും എത്തിയിരുന്നില്ല. എന്നാൽ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും വളരെ കുറച്ച് ആളുകൾ എത്തിയതോടെ ഇതും ചർച്ചയായി മാറുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. തന്റെ സന്തോഷങ്ങൾക്ക് ഒപ്പം തന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം മതിയെന്നായിരുന്നു അനുവിന്റെ തീരുമാനം. അടുത്തിടെ വിവാഹത്തെക്കുറിച്ച് അനുമോളോട് ചോദിച്ചപ്പോൾ നാളെയാണ് കല്യാണം എന്നായിരുന്നു അനുമോളുടെ രസകരമായ മറുപടി. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അനുമോളോട് നേരത്തെയും ഉയർന്നിരുന്നു. വിവാഹത്തിന് ആരെയൊക്കെ ക്ഷണിച്ചുവെന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോടും അനുമോൾ രസകരമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഭുവനേഷ് രാജേന്ദർ എന്നാണ് വരന്റെ മുഴുവൻ പേര്. നടനും മോഡലുമാണെന്ന് ഇൻസ്റ്റഗ്രാം ബയോയിൽ രേഖപ്പെടുത്തിയിരുന്നു. ചെന്നൈയിലെ പ്രമുഖ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ഭുവനേഷ് എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ 2019 മുതൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഭുവന് 1.39 ലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത്. അതേസമയം ഭുവൻ ആരെയും ഫോളോ ചെയ്യുന്നുമില്ല. മോഡലിംഗ്, ആക്ടിംഗ്, ഫാഷൻ, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ്, കണ്ടന്റ് ക്രിയേഷൻ എന്നീ മേഖലകളിലാണ് ഭുവന് താല്പര്യം. റീൽ വീഡിയോകളിലൂടെയാണ് ഭുവൻ കൂടുതൽ പരിചിതനായത്. അനുവിന്റെയും ഭുവന്റെയും പ്രണയ വിവാഹമാണോ എന്നും വ്യക്തമല്ല. അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് താരം തുറന്നു പറഞ്ഞത്. എങ്കിലും ഇതിലെവിടെയോ ഒരു പ്രണയമില്ലേ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്.